ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ദിവസമായി ലൈവ് വീഡിയോസ് ഇട്ടിട്ട് ആരോടും പറയാനൊന്നുമില്ല, ആരും കാണാനുമില്ല. 200 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷോർട്സ് മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടലില്ല, കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ ഇടലില്ല. ഞാൻ ജനുവരി 1 തൊട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ട് അതും പറ്റില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് ഇതിനുള്ള എല്ലാം കൂടി തെളിഞ്ഞു വന്നത്. അതല്ലേ, വീഡിയോ ഓണാക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല, കയ്യിലൊന്നും പറയാനില്ല. പിന്നെ ഞാൻ എന്തിട്ടാ വീഡിയോ ഇടും? ഞാൻ വിചാരിച്ചു ഞാൻ നമ്മൻ്റെ കൂടെ ഷോപ്പിൽ പോവാം. ഡെയിലി പോകലുണ്ട്, ഒരു പണി ഇല്ലാത്തപ്പം പോകണതാണ്. അപ്പോൾ അവിടെ പോണതും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സൺസ്ക്രീൻ ഇടാം, കരിഞ്ഞു പോതക്കാൻ. കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കില്ലേ, ഇതിലില്ല, കളറാവുക നോക്കാം. ഉണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരാട്ടോ. നമുക്ക് പിരികൊന്ന് എഴുതി കൊടുക്കട്ടോ. ഫുള്ള് തൊഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, അതുകൊണ്ട് ഇത് നിർബന്ധം. ഓക്കെ, ഈ കണ്ണിന് 2 വാലും കൂടെ ഇട്ടാൽ സെറ്റ്. ഇതിൽ എൻ്റെ സംസാരം കേൾക്കുമ്പം മഹാബോറാണെന്നും മഹാവൃത്തികേടാണെന്നുള്ളതും എനിക്കും അറിയാം, ഇത് കേൾക്കുന്നവർക്കും അറിയാം. കഴിഞ്ഞോ? കഴിഞ്ഞ്. അതുകൊണ്ടിനി ഇതിലേട്ടാണല്ലോ. പോയിട്ട് അയച്ചേ. ചോദിച്ചുള്ള വിളി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് മാറ്റി കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണെന്ന്. പക്ഷെ മാറ്റി കഴിഞ്ഞിട്ടില്ല. നോക്ക്, ഇത് ഇവിടെ ഉള്ളൊരു ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മറ്റേ ഇതില്ലേ, ബുൾബുൾ കൂടുണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഓരോ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് പോവാം. എന്തായാലും അമ്മ മാറ്റി കഴിഞ്ഞില്ല. അപ്പം നമുക്ക് നിച്ചുവിൻ്റെ നൈനുവിൻ്റെ അടുത്ത് പോകാം കേട്ടോ. യെല്ലോ ഡ്രസ്സ് ഇട്ടത് നിച്ചു, ബ്ലൂ ഇട്ടത് നൈനു. രണ്ടാളും നല്ല മാരകമായ കളിയിലാട്ടോ. ഇവരൊരു പ്രത്യേകത ഉണ്ട്, ഇവരെപ്പം കച്ചറ കൂടും, എപ്പം നല്ലപോലെ നടക്കുന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റൂല. അവിടെയുള്ള എല്ലാവരും എന്തോ മാരകമായ ചർച്ചയിലാട്ടോ. അവിടെ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ നമുക്ക് അവിടെ കല്യാണം ഉണ്ട്. അപ്പം അതിൻ്റെ പണിയും കാര്യങ്ങളായിട്ടുള്ള തിരക്കൊക്കെയാണ് കേട്ടോ അവിടെ. ഈ വ്ളോഗ് ഞാൻ ഫസ്റ്റത്തെ ഓൺ വോയിസ് വ്ളോഗാണ് കേട്ടോ. എന്നാലും ഇവരുടെ അടുത്തൊക്കെ എത്തിയപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ അതൊന്നും സാരമില്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വ്ളോഗ് എടുക്കാൻ പഠിക്കുക അല്ലേ. അതൊക്കെ ഒന്ന് ശരിയാക്കണം. എന്നാ പോയാലോ? രാത്രി കത്തില്ലെങ്കിൽ രാവിലെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടേക്കാം കേട്ടോ. മാതാശ്രീ മുമ്പിൽ നടക്കുന്നു. വേണയിൽ ചക്ക വേരിലും കഴിക്കാമെന്ന് പറയുന്ന പോലെ കണ്ടില്ലേ, ഞങ്ങളിവിടെ പഴ നിലത്തും ഉണ്ടാവും. എങ്ങനെയുണ്ട്? റോഡൊക്കെ അടിപൊളിയല്ലേ, തിളങ്ങുന്ന റോഡുകൾ. എന്തായാലും പന്തിരങ്കാവ് എത്തിയിട്ട് എന്തായാലും നടക്കട്ടെ. പന്തിരങ്കാവ് എത്തിയിട്ട് ബാക്കി കാണാം. ബൈ. ഇത്രയും ദിവസം ഞാനൊരു സാധനം കണ്ടില്ലേ. ഇന്ന് ക്യാമറ ഓണാക്കി പിടിച്ച് നടക്കുമ്പോൾ എന്തൊക്കെയാണുള്ളത്. ഇതാണ് ഗൈസ് നമ്മുടെ പന്തിരങ്കാവ് ജംഗ്ഷൻ. ബസ് കാത്തിക്കണേ. ഇപ്പോൾ ഒരു ബസ് എത്തുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയി, ഇനി അടുത്ത ബസ് വരണം. അങ്ങനെ ബസ്സൊക്കെ വന്ന് ബസ്സിൽ കയറി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കുളങ്ങരപ്പീടെ ആട്ടോ അമ്പൊക്കെ ഇറങ്ങേണ്ടത്. അതാ ഞങ്ങളെ രശ്മിച്ച് പോണ. അങ്ങനെ ആ നേരെ കാണുന്നതാണ് ഷോപ്പ് നന്ദന ടൈലേഴ്സ്. അവിടെയാണ് അമ്മ അടിക്കുന്നത്. നമുക്ക് ക്രോസ് ചെയ്ത് പോകാം. നോക്കുമ്പോൾ അവിടെ എല്ലാവരും എന്തോ മാരകമായ ചർച്ചയിലാണ്. ഇന്നത്തെ എന്തോ പണിക്കുള്ളതാണ്. ഷോപ്പ് കണ്ട ആരും പേടിക്കണ്ട, ഇവിടെ ഒന്നിനും സമയം ഉണ്ടാവാറില്ല, ഫുൾ തിരക്കായിരിക്കും. ദീ കർണാട്ടൻ്റെ സോഫ. വേറെ കുറേ വീഡിയോസ് എടുക്കണം വിചാരിച്ചു, പിന്നെ അവിടുത്തെ തിരക്കിലൊക്കെ മറന്നു പോയിട്ടോ. ഇത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോണ രംഗങ്ങളാണ്. ഇവിടെ ഷെയറിങ് ആട്ടോ എല്ലാവരും കൂടെ. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.